അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, വീണ എക്സാലോജി കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് AKG സെന്ററിന്റെ അഡ്രസ്സിലാണ്. ഇപ്പോൾ ഹാഷിം അരിയിൽ ചോദിക്കുന്ന ചോദ്യം, ഇതൊക്കെ നോക്കേണ്ടത് ആരാണ്? ഈ അഡ്രസ്സൊക്കെ നോക്കേണ്ടത് ആരാണ്? അപ്പോൾ മറുചോദ്യം ഉന്നയിക്കുകയാണ് തിരിച്ച് ഹാഷിം അരിയിൽ. അല്ല, ED നോക്കേണ്ടതൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ, SFI നോക്കേണ്ടതൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ, ഇൻകം ടാക്സും നോക്കേണ്ടതൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ. ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ഓർഡർ വന്നപ്പോ ഇവിടുത്തെ വലിയ വാദം എന്താ? അത് ഞങ്ങൾക്ക് ബാധകമല്ല, കാരണം ഞങ്ങളെ ഭാഗം കേട്ടിട്ടില്ല, ഞങ്ങൾക്ക് നോട്ടീസ് അയച്ചിട്ടില്ല. അപ്പോഴാണ് SFIO വന്നിട്ട് നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്തു, പറയാനുള്ളതൊക്കെ കേട്ടു. എന്നിട്ട് കേട്ടിട്ട് SFIOക്ക് മനസ്സിലായി ഈ പൈസ കൊടുത്തതിന് യാതൊരു സേവനവും ചെയ്തിട്ടില്ല. അങ്ങനെ സേവനം ചെയ്തു എന്ന് SFIOയെ ബോധ്യപ്പെടുത്താൻ ഈ സേവനം ചെയ്തു എന്ന് പറയുന്ന മഹാന്മാർക്കും സാധിച്ചില്ല, സേവനം ലഭിച്ചു എന്ന് പറയുന്ന മഹാന്മാർക്കും സാധിച്ചില്ല. അപ്പോൾ അവർ കുറ്റപത്രം ഫയൽ ചെയ്തു, ഇത് ഫ്രോഡാണ്, ഇത് മറ്റെന്തോ ആവശ്യങ്ങൾക്ക് കൊടുത്ത പൈസയാണ്, അത് കമ്പനി നിയമപ്രകാരം കുറ്റമാണ്. അവർ കുറ്റപത്രം ഫയൽ ചെയ്തു. കുറ്റപത്രം ഫയൽ ചെയ്തപ്പോൾ നാട്ടിലുള്ള എല്ലാ കോടതിയിലും അവർക്കെതിരെ തടസ്സ ഹർജിയായിട്ട് പോയി. ആ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് എന്ന ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ED കേസിന് വന്നു. ED കേസെടുത്ത് അന്വേഷിക്കാൻ പോയപ്പോഴും നാട്ടിലുള്ള എല്ലാ കോടതിയിലും പോയി. അവസാനം കേരള ഹൈക്കോടതി വാദം കേട്ടിട്ട് പറഞ്ഞു ഇത് അന്വേഷിക്കുന്നതിൽ തെറ്റില്ല. അപ്പോഴാണ് ഈ കേസിൽ പ്രതിയായിട്ടുള്ള മൂന്നാം പ്രതിയാണ്, SFIO കേസിൽ മൂന്നാം പ്രതിയാണ് വീണ വിജയൻ. അവരുടെ തറവാട് വീട്ടിൽ, അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ, അവർ ഇന്നലെ ഉണ്ടായിരുന്ന സ്ഥലത്ത്, 3 സ്ഥലത്തും, ഇന്നലെ അവരുള്ള സ്ഥലം തിരുവനന്തപുരത്തെ വീടാണ്. അവരെ തറവാട് എന്ന് പറയുന്നത് പിണറായിലെ വീടാണ്, അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ, വേറെ എവിടെയും പോയിട്ടില്ലല്ലോ. പിന്നെ അവരുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ റെയ്ഡ് നടത്തി. ഈ റെയ്ഡ് SFIO കുറ്റപത്രത്തിൽ മൂന്നാം പ്രതിയായ എക്സാലോജി കമ്പനിയുടെ ഉടമസ്ഥയായ വീണ വിജയനെതിരെയുള്ള കേസന്വേഷണത്തിന്റെ ഭാഗമാണ്. അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടത്തിയ എന്തെങ്കിലും ഒരു സമരത്തിന്റെയോ അതല്ലെങ്കിൽ അവര് സാധാരണ നടത്താനുള്ള അക്രമങ്ങളുടെയോ പേരിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ പോയതല്ലല്ലോ. വീണ വിജയന്റെ പേരിലുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കുറ്റകൃത്യത്തിനല്ല അന്വേഷണത്തിന് പോയത്. അതിനെന്തിനാ ഇവരൊക്കെ തെരുവിലിറങ്ങിയിട്ട് സമരം ചെയ്യാൻ പോയത്? AKG സെന്ററിലേക്കാണ് ED പോയതെങ്കിൽ CPM സമരം ചെയ്തത് തെറ്റില്ല. ആ പാളയത്തെ ഏരിയ കമ്മിറ്റി ആഫീസിലേക്കാണ് ED പോയതെങ്കിൽ സമരം ചെയ്തത് തെറ്റില്ല. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആഫീസിലേക്കാണ് പോയതെങ്കിൽ തെറ്റില്ല. പോയത് ഈ പ്രതി എന്ന് പറയുന്ന ആൾ, പ്രതി ചേർക്കപ്പെട്ട ആൾ, അവർ താമസിക്കുന്ന വീട്ടിൽ, അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ, അവരുടെ തറവാട്ടിൽ, പിന്നെ അവരുമായി ബന്ധപ്പെട്ട ബിസിനസ് കേന്ദ്രങ്ങളിൽ, ഇവിടെയൊക്കെയല്ലേ പോയത്. പിന്നെ ഈ പണം കൊടുത്തു എന്ന് പറയുന്ന ആൾക്കാരുടെ കേന്ദ്രങ്ങളിൽ, അവിടെയല്ലേ പോയത്. അതിനെന്തിനാ ഒരു രാഷ്ട്രീയ പാർട്ടി രംഗത്തിറങ്ങുന്നത്? അതിനെന്തിനാ രാഷ്ട്രീയ പാർട്ടി രംഗത്തിറങ്ങുന്നത്? ഞാൻ ചോദിക്കട്ടെ, അടുത്ത ദിവസം തെലുങ്കാനയിൽ BJPയുടെ കേന്ദ്രമന്ത്രിയായ ബണ്ടി കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകനെതിരെ കേസ് വന്നു. അദ്ദേഹം പറഞ്ഞു എത്രയും പെട്ടെന്ന് പോലീസിൽ ഹാജരാവാൻ പറഞ്ഞു മകനോട്. കോടിയേരി ബാലകൃഷ്ണൻ എന്താ പറഞ്ഞത്? മുതിർന്ന കുട്ടികളാണ്, നമ്മൾ എന്ത് ചെയ്യാൻ, അവരവരുടെ കാര്യം നോക്കുന്നു എന്ന് പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ നമുക്കിപ്പോ അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല, അവരുടെ കയ്യിൽ എന്തൊക്കെ തെളിവുണ്ടെന്ന് നോക്കട്ടെ, അതിന് നിയമപരമായി നീങ്ങാന്നല്ലേ പറഞ്ഞത്. ഇതേപോലെ കോടിയേരി ബാലകൃഷ്ണൻ താമസിക്കുന്ന വീട്ടിലാണ് പോലീസ് പോയത്, അല്ല ED പോയത്, ഇദ്ദേഹത്തിന്റെ മകൻ അവിടെയാണ് താമസിക്കുന്നത് എന്ന കാര്യത്തിൽ. ഇതൊക്കെ ഈ നാട്ടിലെ നാട്ടുകാരെ മുമ്പിൽ സ്വയം പരിഹാസ്യരാവുന്ന പണിയാണ് ഇത് എടുക്കുന്നത്. ഒരു പ്രതിയെ തേടി പോലീസ് വരുമ്പോൾ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി വരുമ്പോൾ, എന്നാൽ എല്ലാ പ്രതികളുടെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്യോ? എല്ലാ പ്രതികൾക്കും ഈ നീതി കൊടുത്തിട്ടില്ലല്ലോ. അന്ന് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ ഇതേ മനുഷ്യൻ എടുത്ത നിലപാട് എന്താ? ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കണം. എന്താണ് അദ്ദേഹം എടുത്ത നിലപാട്? ആ നിലപാട് തനിക്ക് ബാധകമല്ല, തന്റെ മകൾക്ക് ബാധകമല്ല. ഇതൊക്കെ ആൾക്കാരുടെ മുമ്പിൽ പരിഹാസ്യരാവുക എന്നല്ലാതെ എന്ത് പറയാനാണ്? അപ്പോ